ലിപ് ബാം, ലിപ്സ്റ്റിക്, ലിപ് ഗ്ലോസ് ഇത് മൂന്നും കൂടി യൂസ് ചെയ്യണവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റൊരു സംഭവം യൂസ് ചെയ്താൽ മതിട്ടോ. ഈ മൂന്നിന്റെ റിസൾട്ട് ഈ ഒരൊറ്റ എണ്ണത്തിൽ നമുക്ക് കിട്ടും. നല്ല റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് എന്തായാലും ട്രൈ ചെയ്യാട്ടോ. നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ്. അതുമാത്രമല്ല നമ്മളുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കി കൊടുക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എന്റെ ഫേസും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫേസും തമ്മിലുള്ള മാറ്റം കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ലിപ്സ് ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. ഇത് സ്മഡ്ജിയോ എന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഇതൊരു 2 സെക്കൻഡ്സിനുള്ളിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ സ്മഡ്ജ് പ്രൂഫ് ആവുന്ന നല്ലൊരു അടിപൊളി മാൾസിന്റെ ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. സ്മഡ്ജിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് ലോങ് ലാസ്റ്റിംഗ് തന്നെ. ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ഉണ്ടാവുന്ന ഒരു ബ്രൈറ്റ്നസ് ഭയങ്കര കളർ വെച്ച പോലെയല്ലേ ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം. നോൺ സ്റ്റിക്ക് ആയിട്ട് വരുന്ന ലിപ്സ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിലെ ഏറ്റവും നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ മാൾസിന്റെ ഈ ഒരു കളക്ഷൻ. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഒത്തിരി ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, എങ്ങനെ തേച്ചാലും മച്ചാലും ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും. ചായ കുടിച്ചാലും വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിച്ചാലും ഒന്നും ഗ്ലാസ്മ പറ്റി പിടിക്കുക, സ്ട്രോമ പറ്റി പിടിക്കുക, അങ്ങനത്തെ ഒരു ടെൻഷനേ നമുക്കിത് വേണ്ട. അപ്പോൾ